തൊട്ടുപോകരുത്. ADGP MR അജിത് കുമാറിന് എതിരായിട്ടുള്ള SITയുടെ റിപ്പോർട്ട് DGP മടക്കിയിരിക്കുകയാണ്. ചില സാങ്കേതിക കാരണങ്ങളാണ് DGP പറയുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന് ഇത് കൈമാറാൻ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, ചില ഭാഗങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഭാഗങ്ങളിൽ തുടരന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമേ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകാൻ കഴിയുകയുള്ളൂ. അജിത് കുമാർ DGP ആകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരാം. അതായത് പിണറായി വിജയന്റെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം നമുക്കറിയാമല്ലോ. അന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കളായിരുന്ന AD തോമസിനെയും അജയ് ജുവലിനെയും അന്ന് പിണറായിയുടെ അംഗരക്ഷകരടക്കം 5 പേർ ചേർന്ന് അടിച്ച് അവശരാക്കി. പിണറായിയുടെ ഗൺമാന്മാരായ അനിൽ, സന്ദീപ് എന്നിവരടക്കം 5 പേർ ഇപ്പോൾ സസ്പെൻഷനിലാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് എന്താണ്? ഞങ്ങളുടെ കുട്ടികളെ തൊട്ടാൽ അവരുടെ വിവരമറിയിക്കുമെന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്തി. ഒന്നാമത്തെ ക്യാബിനറ്റിൽ തന്നെ അന്ന് ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിലെ ബുദ്ധി കേന്ദ്രമായിരുന്ന പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ADGP MR അജിത് കുമാറിന് എതിരായി അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. DYSP ഷൗക്കത്ത് അലിക്കായിരുന്നു ആ അന്വേഷണത്തിന്റെ ചുമതല. ഷൗക്കത്ത് അലി അന്വേഷണം പൂർത്തിയാക്കി. ADGP MR അജിത് കുമാറിന് എതിരായിട്ടുള്ള മൊഴികളടക്കമുള്ള റിപ്പോർട്ടുകൾ DGPക്ക് 20 ദിവസം മുൻപ് കൈമാറി. ആ റിപ്പോർട്ട് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ നൽകുമെന്നായിരുന്നു, ആഭ്യന്തര വകുപ്പിന് നൽകുമെന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ അതിനെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ADGP അജിത് കുമാറിനെതിരെ ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോൾ DGP നൽകുന്ന വിശദീകരണം എന്താണ്? ആ ഷൗക്കത്ത് അലിയുടെ റിപ്പോർട്ടിൽ ചില ഭാഗത്തൊക്കെ ചില സംശയങ്ങളുണ്ട്, ചില ഭാഗത്തൊക്കെ തുടരന്വേഷണം വേണ്ടതുണ്ട്. അതുകൊണ്ട് വീണ്ടും അന്വേഷിക്കൂ. അപ്പോഴേക്കും ADGP MR അജിത് കുമാർ ആരാകും? DGP ആകും. എങ്ങനെയാകും? അതായത് ഈ മാസം 31-ാം തീയതി ഫയർഫോഴ്സിന്റെ DGP ആയിട്ടുള്ള നിതിൻ അഗർവാൾ വിരമിക്കുകയാണ്. ആ സ്ഥാനത്തേക്ക് ഇപ്പോഴത്തെ ADGP ആയിട്ടുള്ള MR അജിത് കുമാറിന് DGP ആയി സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള എല്ലാ വഴികളും ഒരുങ്ങിയിരിക്കുകയാണ്. ADGP അജിത് കുമാറിന് എതിരായി SIT രൂപീകരിച്ച ആ ഘട്ടത്തിൽ തന്നെ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായ ഒരു അഭിപ്രായം ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം അത്രമാത്രം ശക്തനാണ് ADGP അജിത് കുമാർ. അദ്ദേഹത്തിനെതിരായി ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല. അത് തന്നെയാണ് സംഭവിച്ചത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത് എന്താണ്? ഞങ്ങളായിട്ട് ആഭ്യന്തര മന്ത്രാലയമായിട്ട് അങ്ങോട്ട് കയറി SITയോട് റിപ്പോർട്ട് ചോദിക്കുന്നില്ല, അവർ തരുന്നെങ്കിൽ തരട്ടെ, അപ്പോൾ ആലോചിക്കാം എന്നാണ്. SIT അതനുസരിച്ച് 20 ദിവസം മുൻപ് DGPക്ക് റിപ്പോർട്ട് നൽകി. MR അജിത് കുമാർ ഇക്കാര്യത്തിൽ കുറ്റക്കാരനാണ് എന്ന നിലയിൽ മൊഴികളടക്കമുള്ള റിപ്പോർട്ട് DGPക്ക് സമർപ്പിച്ചു. അപ്പോൾ DGP പറഞ്ഞെന്താണ്? നിയമ ഉപദേശം തേടേണ്ടതുണ്ട്, അതുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് കൈമാറാൻ ഏതാനും ദിവസങ്ങളെടുക്കും. അങ്ങനെ നിയമ ഉപദേശം തേടിയിരിക്കുകയാണ് DGP. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും DGPക്ക് മുന്നിൽ ഒരു പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഒന്ന്, സാങ്കേതികമായ പിഴവ് SIT റിപ്പോർട്ടിൽ ഉണ്ടാകാം. 2, ഇതിലെ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അത് വീണ്ടും അന്വേഷിച്ച് വീണ്ടും റിപ്പോർട്ട് തരേണ്ടതുണ്ട്. അപ്പോൾ SIT എവിടെ ആരായി? സതീശൻ പറഞ്ഞ വാക്ക് വിശ്വസിച്ച പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും ആരായി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ചുരുക്കത്തിൽ MR അജിത് കുമാർ സമ്പൂർണമായി സുരക്ഷിതനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറേണ്ടതാണ്. ആഭ്യന്തരമന്ത്രി ഇത് രമേശ് ചെന്നിത്തല റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തന്നെ ഇതാ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ പോകുന്നു, അജിത് കുമാറിനെ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് തള്ളിയവരൊക്കെ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം നേരത്തെ പറഞ്ഞു. അത് DGP സൗകര്യം പോലെ തരട്ടെ, അങ്ങോട്ട് കയറി DGPയോട് ചോദിക്കുന്നില്ല SIT റിപ്പോർട്ട് എവിടെയെന്ന്. DGP SIT റിപ്പോർട്ട് തരുമ്പോൾ ആ സമയത്ത് നമുക്ക് അതേക്കുറിച്ച് ആലോചിക്കാമെന്നുള്ള ആ ഒരു മറുപടിയാണ് ആഭ്യന്തര മന്ത്രാലയത്തിനുമുണ്ടല്ലോ. അതായത് രമേശ് ചെന്നിത്തലയ്ക്കും ഇക്കാര്യത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല. VD സതീശനാണെങ്കിൽ ഒരു ആവേശത്തിന് അണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ADGP അജിത് കുമാറിനെ ഞങ്ങൾ കാണിച്ചു തരും, ഞങ്ങളുടെ കുട്ടികളുടെ
ഞങ്ങളുടെ കുട്ടികളെ തല്ലിക്കഴിഞ്ഞാൽ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്. കാരണം ഇനി തുടരന്വേഷണം നടത്തി എന്നാണ് ഇനി ഈ ഒരു റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് മുൻപാകെ വരേണ്ടത്. ഇപ്പോൾ DGP പറയുന്ന ഒരു കാര്യം, ഇത് വളരെ പെട്ടെന്ന് അതായത് മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിലേറ്റപ്പോൾ പ്രഖ്യാപിച്ചൊരു അന്വേഷണമാണ്. അതുകൊണ്ട് വളരെ തിടുക്കത്തിലാണ് ഈ അന്വേഷണം പൂർത്തിയാക്കിയത്. ആ തിടുക്കത്തിലുള്ള അന്വേഷണം ആയതുകൊണ്ട് തന്നെ ഇതിൽ നിരവധി പിഴവുകളുണ്ട്. ആ പിഴവുകൾ നികത്താനായി വീണ്ടും ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താനായി വീണ്ടും അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെ വീണ്ടും DGP ഇത് SITയുടെ കോർട്ടിലേക്ക് ഈ പന്ത് തട്ടിയിട്ടിരിക്കുകയാണ്. ഇനി ഷൗക്കത്ത് അലി വീണ്ടും ഈ റിപ്പോർട്ട് പുനരന്വേഷിക്കുന്നതിൽ ചില അവ്യക്തതകളുണ്ട് എന്നുള്ള കുറിപ്പോട് കൂടിയിട്ടാണല്ലോ DGP വീണ്ടും ഷൗക്കത്ത് അലിയുടെ മുന്നിലേക്ക് ഈ റിപ്പോർട്ട്, അതായത് SITയുടെ തലവനായിരുന്നല്ലോ ഷൗക്കത്ത് അലി, അദ്ദേഹത്തിന് മുന്നിലേക്ക് വീണ്ടും ഈ റിപ്പോർട്ട് ഇട്ടുകൊടുത്തിരിക്കുകയാണ്. ഗോള് DGP അങ്ങോട്ട് തട്ടിക്കളിക്കുന്നു. ഇങ്ങനെ ഈ പരസ്പരം തട്ടിക്കളിക്കുന്നതല്ലാതെ അജിത് കുമാറിനെതിരെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ ആ കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ച അജിത് കുമാർ എന്ന് പറയുന്ന ADGPക്ക് എതിരെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി VD സതീശനും രമേശ് ചെന്നിത്തലയും അടക്കം ഇപ്പോൾ മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്നത്? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കുന്നതിനപ്പുറത്തേക്ക് ഈ കോൺഗ്രസ്സുകാരുടെ വികാരം മാനിച്ചുകൊണ്ട് ADGP അജിത് കുമാറിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ വലിയ വിടുവാത്തരമൊക്കെ പറഞ്ഞല്ലോ, പലരും വന്ന് വെല്ലുവിളിച്ചല്ലോ, അജിത് കുമാറിനെ അത് ചെയ്യും, സസ്പെൻഡ് ചെയ്യും, പുറത്താക്കും, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നടപടി എടുക്കാത്തത്? DGP എന്തുകൊണ്ടാണ് കൃത്യമായ ഒരു നിയമ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി ആഭ്യന്തരമന്ത്രിക്ക് ഈ ഒരു റിപ്പോർട്ട് നൽകുകയും ആഭ്യന്തരമന്ത്രി അതിനനുസരിച്ച് ADGP അജിത് കുമാറിന് എതിരായി നടപടി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത്? ഇത് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ പരിക്കേറ്റ അല്ലെങ്കിൽ ക്രൂരമായി മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്ന AD തോമസിനും അജയ്ക്കും എതിരായിട്ടുള്ള അവരോട് കാണിക്കുന്ന അനീതിയല്ലേ? VD സതീശനും കാണിക്കുന്ന അനീതിയല്ലേ? ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കാണിക്കുന്ന അനീതിയല്ലേ? അജിത് കുമാർ സുരക്ഷിതനാണ്. അദ്ദേഹം ഒരുപക്ഷെ ഈ മാസം 31 മുൻപ് അദ്ദേഹം DGP ആയി സത്യപ്രതിജ്ഞ ചെയ്യും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.